നമസ്കാരം. കഴിഞ്ഞ 10 വർഷമായി മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനിലൂടെ വീണ്ടും അധികാരത്തിലെത്താനാകുമെന്ന് അമിതമായി വിശ്വസിക്കുകയും ആത്മവിശ്വാസം തീർക്കുകയും ചെയ്ത് ഇടതുപക്ഷ പാർട്ടി ഇപ്പോൾ അടിപതറിയ അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഭരണമാറ്റം കേരളം ആഗ്രഹിച്ചു എന്നതുപോലെ തന്നെ ഇടതുപക്ഷത്തിനെ ചേർത്ത് നിർത്തിയവരുടെ മനസ്സിൽ നിന്ന് പോലും പാർട്ടിയെ അകറ്റി ഒരിടവേളയിലേക്കെങ്കിലും ഇനിയും തിരുത്തപ്പെടേണ്ട പല കാര്യങ്ങളും ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തി, അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യം പാർട്ടിക്ക് തിരിച്ചറിവായി നൽകിക്കൊണ്ട് പാർട്ടി സംവിധാനങ്ങളും പാർട്ടിയെയും ഓർമ്മപ്പെടുത്തുന്ന കണക്കുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായത്. ജനങ്ങളല്ലാതെ മറ്റാരും ഇല്ലെന്ന് തിരിച്ചറിയിക്കുന്ന അല്ലെങ്കിൽ കണ്ണു തുറപ്പിക്കുന്ന യഥാർത്ഥ ജനാധിപത്യം. ഭരണവിരുദ്ധ വികാരം മാത്രമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ യഥാർത്ഥ കാരണം. പാർട്ടിയുടെ അടിത്തറ ഇളകിയ ഈ മാറ്റം നേതൃത്വത്തിൻ്റെ പരാജയവും സ്വാർത്ഥതയും അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പരിഗണനയിൽ പാർട്ടി തന്നെ തിരഞ്ഞെടുത്ത ചില സംഘടനാപരമായ തീരുമാനങ്ങളും ഇളവുകളും പാർട്ടിയിൽ വിശ്വസിച്ച് കൂടെ കൂടിയവരുടെ മനസ്സിനെ തൃപ്തികരമാക്കുന്ന ഒന്നായിരുന്നില്ല. തുടർഭരണം കിട്ടിയ 2021 തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രിയായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് കേരളത്തിൻ്റെ ക്യാപ്റ്റനാക്കിക്കൊണ്ട് ജനം വീണ്ടും പിണറായി വിജയന് അവസരം നൽകിയപ്പോൾ ആ ജനവിധി സ്വീകരിക്കപ്പെടുന്ന ഒന്നായിരുന്നു LDFനെ സംബന്ധിച്ചിടത്തോളം. അല്ലാതെ LDF അല്ലാതെ മറ്റാരും ഇല്ല എന്നുള്ള തോന്നലിൻ്റെ പുറത്തല്ല ആ തീരുമാനമുണ്ടായത്. വെൽഫെയർ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ക്രൈസിസ് മാനേജ്മെൻറ്റിലുമൊക്കെ പൊതുജനങ്ങളുടെ ഇടയിൽ വലിയൊരു വിശ്വാസ്യത കൊണ്ടുവരാനായിട്ട് ആദ്യത്തെ പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞതാണ്. ഒരു വട്ടം കൂടി ഭരണത്തിലെത്തിക്കാം എന്ന തീരുമാനം പൊതുജനങ്ങളിൽ നിന്ന് ഉണ്ടായതിൻ്റെ യഥാർത്ഥ കാരണം. പിണറായി എന്ന ഒറ്റ നേതാവിലേക്ക് ഈ തെരഞ്ഞെടുപ്പും ചുരുങ്ങുമെന്ന് കരുതിയത് ആദ്യത്തെ തെറ്റാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുന്നില്ലെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ, അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ അല്പം കൂടി സ്ഥിതി മെച്ചപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് സ്വാഭാവികമായും ജനങ്ങൾ വിധി എഴുതിയേനെ. ജനങ്ങളുടെ ഇടയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഒരുപാട് തവണ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം സ്വയം ബ്രാൻഡ് ചെയ്ത ആ ഒരു രീതിയോട് നീരസമുണ്ടായിട്ടുണ്ട്. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം പല സദസ്സുകളിലും തട്ടിക്കയറുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രോഷം പ്രകടമായി തന്നെ പൊതുജനങ്ങളോട് പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ജനങ്ങൾക്ക് അദ്ദേഹത്തിനോടുള്ള ഒരു അടുപ്പം കുറയ്ക്കാനുള്ള ഒരു കാരണമായിട്ടുണ്ട്. പാർട്ടി സംവിധാനത്തിൽ തന്നെ പലരെയും മാറ്റി നിർത്തിയതിൻ്റെ അല്ലെങ്കിൽ തൻ്റെ കൈപ്പിടിയിൽ തന്നെ കാര്യങ്ങൾ ഓടണമെന്നുള്ള തീരുമാനങ്ങൾ, വിട്ടുവീഴ്ചയില്ലായ്മ, അത്തരം കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാക്കിയെന്ന് തന്നെ പറയാം. സ്വന്തം മണ്ഡലത്തിൽ അദ്ദേഹം ഒരു 6 റൗണ്ട് എണ്ണുന്നത് വരെ പിന്നിട്ട് നിന്നു എന്നുള്ള വസ്തു. കോൺഗ്രസിനോട് നേരിട്ട ഒരു ടൈറ്റ് മത്സരം, ഒരു യുവ നേതാവിൽ നിന്നും അത്തരത്തിലുള്ള ഒരു മത്സരം അദ്ദേഹം ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല. മുൻകാലത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയം പറയാതിരിക്കാൻ കഴിയില്ല. ശബരിമല വിഷയവും സ്ത്രീ പ്രവേശനവും ഒക്കെ ചങ്കൂറ്റത്തോടെ നടത്തിയൊരു പാർട്ടി. ആ വിഷയങ്ങളെയൊക്കെ മറികടന്ന് 2021 തുടർഭരണത്തിൽ എത്തുന്ന സമയത്ത് ശബരിമല അന്ന് വിവാദമായി നിൽക്കുന്ന സമയമാണെങ്കിൽ കൂടിയും സർക്കാരിൻ്റെ സീറ്റുകൾ വർദ്ധിക്കുകയായിരുന്നു. പക്ഷേ ഈ തവണ നടത്തിയ അയ്യപ്പ സംഗമം ഇതേ വിഷയത്തിൽ സർക്കാർ വിശ്വാസികളുടെ വോട്ട് തിരിച്ച് പെട്ടിയിൽ വീഴ്ത്താൻ കഴിയുമെന്ന് കരുതിയെടുത്ത മുന്നൊരുക്കങ്ങൾ, കരുതലുകൾ, വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകളോട് അമിതമായി നൽകിയ വാത്സല്യം, ഇതൊക്കെ എന്തിനായിരുന്നു എന്ന് ജനങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. അവരത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ കൃത്യമായി ബാധിച്ചിട്ടുണ്ട്. ശബരിമലയുടെ കാര്യത്തിൽ തന്നെ മുൻ നിലപാടുകൾ കോടതിയിൽ പോയി തിരുത്താൻ കാണിച്ച ആർജവമില്ലായ്മ ഇടതുപക്ഷം പോലുള്ളൊരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നതിൽ തന്നെ ഔചിത്യമില്ലായ്മയുണ്ട്. രണ്ടാമത്തെ മന്ത്രിസഭ തുടക്കം മുതൽ തന്നെ വലിയ പെർഫോമൻസ് ഇല്ല, അല്ലെങ്കിൽ മന്ത്രിസഭ പരാജയമാണെന്നുള്ളത് പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു എതിർപ്പിന് കാരണമായിട്ടുണ്ട്. ഇത് പക്ഷേ വികസന നേട്ടങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് മറികടക്കാം എന്ന് കരുതിയതാണ് മറ്റൊരു തെറ്റ്. സിറ്റിംഗ് MLA-മാരെയും അതുപോലെ തന്നെ മന്ത്രിമാരെയും ഒക്കെ പലയിടത്തും നിലനിർത്തിക്കൊണ്ട് ഷുവർ സീറ്റുകൾ സ്ട്രോങ് ആക്കാമെന്ന് പാർട്ടി കരുതിയിരുന്നു. അതും പാർട്ടിക്ക് പിഴച്ചു. പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു മാറ്റം, അതുപോലെ തന്നെ സുധാകരനോടുള്ള എതിർപ്പ്, പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ജനസമ്മതരായിരുന്ന പല നേതാക്കളെയും മത്സരരംഗത്തേക്ക് കൊണ്ടുവന്നെത്തിക്കാനായിട്ട് പാർട്ടിക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഒഴിവാക്കി. പാർട്ടിയിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥത്തിൽ അടക്കമുള്ള തർക്കങ്ങളും പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള ചില അഴിമതി ആരോപണങ്ങളും ഒക്കെ തന്നെ
പാർട്ടിക്ക് അകത്തു നിന്ന് തന്നെ വിമതരായിട്ടുള്ള മത്സരാർത്ഥികൾ വരികയും, അതായത് വി കുഞ്ഞികൃഷ്ണനും ടി കെ ഗോവിന്ദനുമൊക്കെ തയ്യാറെടുത്ത് വന്നപ്പോൾ അവർ പോയാൽ ഒന്നുമില്ല സംഭവിക്കാൻ, അല്ലെങ്കിൽ പോയാൽ പോട്ടെ എന്നുള്ള മനോഭാവമായിരുന്നു ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. ആ തീരുമാനങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയേണ്ടി വരുന്നു. ഐഷ പോറ്റിയും പി കെ ശശിയും അല്ലെങ്കിൽ പി വി അൻവറും ഒക്കെ മറുകണ്ഠം ചാടി പരാജയപ്പെട്ടവരുടെ പട്ടികയിലുണ്ടെങ്കിലും ജി സുധാകരൻ്റെയും ടി കെ ഗോവിന്ദൻ്റെയും വി കുഞ്ഞികൃഷ്ണൻ്റെയും വിജയങ്ങൾ ഒരിക്കലും പാർട്ടിക്ക് മറക്കാൻ കഴിയുന്ന ഒന്നല്ല. അണികൾ തിരുത്തുന്നുണ്ട്, ജനങ്ങൾ തിരുത്തുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ മതനിരപേക്ഷതയിൽ നിന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ പല മതങ്ങളുടെയും സംഘടനകളുടെയും ഒക്കെ അനുകൂല നിലപാട് നൽകി അവർക്കെതിരെയുള്ള ചില പരാമർശങ്ങളൊക്കെ മൗനം പാലിച്ച്, അല്ലെങ്കിൽ പ്രീതിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ നൽകി അതിനെ വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്ന ഒരു പ്രത്യാശയോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടതാണ് ഇടതുപക്ഷം. തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഇത്തരത്തിലുള്ള ഊന്നലുകൾ കൊടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രീതിപ്പെടുത്തലിൻ്റെ ആവശ്യകത ഉണ്ടോ എന്ന് പോലും നമ്മൾ അല്ലെങ്കിൽ പൊതുജനം ഫോക്കസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ പ്രകടമായിട്ടുണ്ട്. സംസ്ഥാന പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ എം വി ഗോവിന്ദൻ നിൽക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു സീറ്റ് നൽകണം എന്ന് നിർബന്ധം പിടിക്കുന്നത് ഔചിത്യമില്ലായ്മയാണ്. അണികളുടെയും പാർട്ടി പ്രവർത്തകരുടെയും പാർട്ടി അനുഭാവികളുടെയും ഒക്കെ ഇടയിൽ ഇത്തരം ഏകാധിപത്യ സ്വഭാവമുള്ള തീരുമാനങ്ങൾ വില പോകില്ല. എം വി ഗോവിന്ദന് പാർട്ടിക്കകത്ത് ഒരു ഏകീകരണ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഒരു സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് തെളിയുകയാണ്. അതുപോലെ തന്നെ കൂടുമാറ്റത്തിന് കാരണമായത്, പല ആളുകളുടെയും കൂടുമാറ്റത്തിന് കാരണമായത്, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ ചില പ്രസ്താവനകളും പ്രതികരണങ്ങളുടെയും ഒക്കെ ബാക്കിപത്രമായിട്ട് തന്നെ ജനങ്ങൾ എഴുതി വെച്ചതാണ്. ഞങ്ങൾക്കപ്പുറം മറ്റൊന്നില്ല എന്ന രീതിയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രകടമാക്കുന്ന പല സൂചനകളും പാർട്ടിക്കകത്തും പൊതുജനങ്ങൾക്കിടയിലും അദ്ദേഹം എത്തിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടിയായി സംഭവിച്ചിട്ടുണ്ട്. PR വർക്ക് ഏറ്റവും ഉച്ചസ്ഥായിയിൽ ഉപയോഗിച്ച ഒരു സർക്കാരായിരുന്നു LDFൻ്റേത്. അതായത് 2021 ആ ഒരു തുടർഭരണ കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച PR ഭരണത്തിലേക്ക് എത്തിയ ഒരു കാരണം കൂടി ആ സർക്കാരിനുണ്ടായിരുന്നു. PR വളരെ ശക്തമായി ഉപയോഗിച്ചു എന്നത്. പക്ഷെ അത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ PR അമിതമായിട്ടുള്ള ഉപയോഗം മറ്റൊരു പരാജയ കാരണമായിട്ട് കൂടി എടുത്തു പറയേണ്ടി വരും. അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ വികസനം നടന്നു എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോഴും ചെയ്ത കാര്യങ്ങളെ ജനങ്ങളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത് അധികമായി ഉപയോഗിച്ചതും ഈ ഒരു ഫീല് അല്ലെങ്കിൽ ഈ ഒരു PR ഫീല് തെരഞ്ഞെടുപ്പിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഉടനീളം പ്രതിഫലിക്കുകയും അത് ജനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു PR വർക്കും അല്ലെങ്കിൽ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള PR വർക്കും അധികമായി അല്ലെങ്കിൽ കൂടുതൽ രീതിയിൽ ചെയ്തത് കുഴപ്പത്തിലാക്കി എന്നുള്ളൊരു നിരീക്ഷണത്തിലും തെറ്റില്ല. തെരഞ്ഞെടുപ്പിനോട് അടുത്ത സമയങ്ങളിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശം, വീട്ടിൽ പോയി ചോദിക്ക് എന്ന് പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ ഒരു ജനകീയത നഷ്ടപ്പെടുത്തുന്നതിനുള്ള ഒരു കാരണമായിട്ട് കൂടി കണക്കിലെടുക്കാം. LDF മുൻ തെരഞ്ഞെടുപ്പുകളിൽ കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് വാക്യങ്ങൾ, ആ തെരഞ്ഞെടുപ്പ് വാക്യങ്ങൾ പോലെ ഒരു ജനകീയമായ തെരഞ്ഞെടുപ്പ് വാക്യമല്ല ഇക്കുറി ഇടതുപക്ഷം സ്വീകരിച്ചത്. LDF വരും, എല്ലാം ശരിയാകുമെന്ന് പറയുന്നതിലെ ഒരു സോഷ്യലിസം LDFൻ്റെ ഈ തവണത്തെ ക്യാമ്പയിൻ്റെ വാക്യത്തിൽ ഇല്ലായിരുന്നു. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന പ്രയോഗം ഒരു ശരിയായ പ്രയോഗമല്ല. അതിലൊരു ഏകാധിപത്യ സ്വഭാവമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ബോധപൂർവം പ്രതികരിക്കുന്നവരാണ്, ശ്രദ്ധിക്കുന്നവരാണ്, രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്നവരാണ്. ഒളിഞ്ഞിരിക്കുന്ന ആ മനസ്സുകളാണ് ഇവിടെ വിധി എഴുതുന്നത്. സോഷ്യൽ മീഡിയയിലടക്കം സ്വരാജിന് കൊടുത്തൊരു വിശേഷണമുണ്ട്. മത്സരിക്കുന്ന സ്വരാജിനേക്കാൾ അപകടകാരിയാണ് മത്സരിക്കാതിരിക്കുന്ന സ്വരാജ് എന്ന്. ഈ വിഷയത്തിൽ പാർട്ടി തന്നെ ഒരു താത്വികമായിട്ടുള്ള അവലോകനം നടത്തേണ്ട സമയമായിരിക്കുന്നു. ഈ സമയത്താണ് ഷാഫി പറമ്പലിനെ കൂടി പറയേണ്ട ഒരു സാഹചര്യം വരുന്നത്. കോൺഗ്രസിൻ്റെ ഈ വിജയത്തിൻ്റെ പിന്നിൽ VD സതീശൻ എന്ന നേതാവിനൊപ്പം തന്നെ പാർട്ടി ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കുമ്പോൾ കണ്ണൂരിലും പാർട്ടി കോട്ടകളിലും വരെ അല്ലെങ്കിൽ മലബാറിലടക്കം വളരെയധികം സ്വാധീനം ചെലുത്തി യൂത്തിനെ കേന്ദ്രീകരിച്ച് ഷാഫി പെർഫോമൻസ് മെച്ചപ്പെടുത്തി ജെൻസിയെ അല്ലെങ്കിൽ ന്യൂ ജെൻ വിഭാഗത്തിനെ ഇടത് കോട്ടകൾ വരെ തകർത്തുകൊണ്ട് UDFൻ്റെ പക്ഷത്താക്കി എന്നുള്ള വസ്തുത. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെല്ലാം വൈകി വന്നു, അല്ലെങ്കിൽ LDFൻ്റെ സ്ഥാനാർത്ഥികൾ നേരത്തെ വന്നു.
പക്ഷേ യൂത്തിനെ കൂടുതൽ പങ്കാളിയാക്കാൻ ഈ തവണ UDF ശ്രമിച്ചിരുന്നു. മുമ്പുണ്ടായിരുന്ന പഴയ സമ്പ്രദായങ്ങളൊക്കെ അവർ മാറ്റി. ഇതെല്ലാം വലിയ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ ഘടകങ്ങളാണ്. വിധി ഇപ്പോൾ ഒന്ന് മാത്രമാണെങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലമാണ്. യഥാർത്ഥ ഇടതുപക്ഷമാണ് ഈ തോൽവിയുടെ പിന്നിൽ. ഇടതുപക്ഷം എന്നാൽ അവസരവാദവും കോർപ്പറേറ്റ് സേവകളും അല്ലെന്ന് പഠിപ്പിക്കാൻ അവർ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിച്ചു. ഉറച്ച ഇടതുപക്ഷം കേരളത്തിൽ അന്യം നിന്നിട്ടില്ല എന്നതിൽ യഥാർത്ഥ ഇടതു മനസ്സുകൾക്ക് ആശ്വസിക്കാം. 10 വർഷം ഭരണം കിട്ടിയപ്പോൾ മതിമറന്ന് വരുത്തിക്കൂട്ടിയ അഴുക്കും കറയും അഹങ്കാരവും നീക്കം ചെയ്യാനുള്ള ആത്മപരിശോധന നടത്താനുള്ള ഒരു സമയം കൂടിയാണിത്. പാർട്ടിക്കുള്ളിലെ കേടുപാടുകൾ ഇനിയും ആവർത്തിക്കില്ലെന്നും പൊതുജനത്തെ, പ്രത്യേകിച്ച് ഇടത് സഹയാത്രികളെ ബോധ്യപ്പെടുത്താനുള്ള വർഷമായിട്ട് അടുത്ത 5 വർഷങ്ങൾ പ്രയോജനപ്പെടുത്താം. ഞങ്ങൾ ശരിയാണ് എന്നുള്ള മർക്കിടമുഷ്ടി തുടർന്നാൽ നിങ്ങൾ ശരിയല്ലെന്ന് തന്നെ ഇടതുപക്ഷ സ്വപ്നമുള്ള ഹൃദയങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അവസാനം കൈയൊഴിയും. അതുണ്ടാകാതെ നോക്കാനും പഠിക്കാനും സമയമുണ്ട്. അത് പ്രയോജനപ്പെടുത്താൻ മനസ്സുണ്ടാകട്ടെ. ശക്തമായി തിരിച്ചു വരാൻ കഴിവുള്ള പാർട്ടി സംവിധാനവും കരുത്തും ഇടതുപക്ഷത്തിനുണ്ട്. ചില തിരുത്തലുകൾ ആവശ്യമായി വരുമ്പോൾ ജനം അവർക്ക് വഴികാട്ടും. അത് ചിലപ്പോൾ പുറത്തേക്കാകാം, അകത്തേക്കാകാം. അതെ, ജനങ്ങളല്ലാതെ മറ്റാരും ഇല്ല. മറ്റൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി.